അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. മാത്രമല്ല മലപ്പുറത്തെ 10 ഇടങ്ങളിൽ റെയ്ഡ് ED നടത്തുന്നതായി വിവരം ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ റെയ്ഡിന് പിന്നിലെന്നറിയാൻ കൂടുതൽ വിവരങ്ങളുമായി ദീപക് തരമണം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ശരിക്കും ഈ അൻവറിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ED റെയ്ഡ് പ്രതീക്ഷിച്ചതല്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN EDയുടെ രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ കുറച്ചു കാലമായി അൻവറിന് പുറകെ ഉണ്ടായിരുന്നു. അൻവറിനെ മാത്രമല്ല, അൻവറിന് ഫണ്ട് ചെയ്ത മറ്റുള്ളവരുടെ പുറകെയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഞാൻ EDയുടെ ഒരു ഉന്നത അധികൃതരുമായി സംസാരിച്ച സമയത്ത് കൊച്ചിയിലെ യൂണിറ്റ് 2 ആണ് റെയ്ഡ് ചെയ്യുന്നത്. ഇപ്പോൾ മലപ്പുറത്തെ 10 കേന്ദ്രങ്ങളിൽ റെയ്ഡുണ്ട്. അതിൽ ഈ അൻവറിൻ്റെ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ അൻവർ ഒരു മലംകുളം കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ലാതെ അൻവർ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണ് ഒരു മണി ലോണ്ടറിങ് ആയിരുന്നു, ഒരു ബിനാമി ഇടപാടായിരുന്നു എന്നുള്ളതാണ് EDയുടെ പ്രാഥമികമായ വിവരം. മറ്റൊന്ന്, അൻവറിലേക്ക് എത്തുന്ന കുറേ വിവരങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ 10 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. അതിൽ അൻവറിൻ്റെ പാർട്ട്നേഴ്സ്, അൻവറിൻ്റെ ഡ്രൈവേഴ്സ്, ഒരു KFSC ലോൺ ഉണ്ടായിരുന്നു. KFSCയുടെ ഒഫീഷ്യൽസ് കൂടി ഇതിൽ പ്രതികളാകുമെന്നുള്ള സൂചനയാണ് EDയിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ അവർ കൃത്യമായി പറയുന്നത് ഹിസ് പാർട്ട്നേഴ്സ്, ഡ്രൈവേഴ്സ് ആൻഡ് KFSC ഒഫീഷ്യൽസ്, ഇത്രയും പേർ ഇതിൽ ഈ കേസിൽ EDയുടെ അന്വേഷണ പരിധിയിലാണ്. PV അൻവർ മാത്രമല്ല, അൻവർ നേരത്തെ അൻവറിന് ഫണ്ട് ചെയ്ത ചിലരുണ്ട്. ആ ഫണ്ട് ചെയ്തവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു. അൻവർ ചില ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചില പണമിടപാട് നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് EDയുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലായത്. EDയുടെ കൊച്ചി യൂണിറ്റാണ് വളരെ ശാസ്ത്രീയമായി നേരത്തെ തന്നെ അവരുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ എടുത്തിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതിൽ ചിലത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇടപാടിൽ ചട്ടങ്ങൾ ലംഘിക്കാതെയുള്ള മണി ലോണ്ടറിങ് പോലുള്ളതുമായിരുന്നു. അതിലേക്കൊക്കെയാണ് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളതാണ് ഈ EDയുടെ കൊച്ചിയിലെ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും EDയുടെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൂടിയുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.